Dear students, അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. സോ എന്താണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അഥവാ SCBA എന്ന് നോക്കാം. സോ ആദ്യം പറയുന്നത് എല്ലാ ഓർഗനൈസേഷനിലും അവർ അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ സൊസൈറ്റിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഈ ഇമ്പാക്റ്റിനെ നമുക്ക് പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും പറയാം. സോ ചില പ്രൊജക്റ്റുകൾ പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം, അതേസമയം ചില പ്രൊജക്റ്റുകൾ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം. എന്താണ് ഈ പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ? പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് നല്ല രീതിയിൽ, അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യലാവാം. ഇനി അതേസമയം നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഇമ്പാക്റ്റുകളുള്ള പ്രൊജക്റ്റുകളാവാം. സോ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ പ്രൊജക്റ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് സൊസൈറ്റിയിലേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സോഷ്യൽ ബെനിഫിറ്റ് എന്നും, നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനെ സോഷ്യൽ കോസ്റ്റ് എന്നും പറയും. സോ ഈ സോഷ്യൽ ബെനിഫിറ്റിൻ്റെയും സോഷ്യൽ കോസ്റ്റിൻ്റെയും ഒരു അനാലിസിസ് ആണ് ഏതെന്ന് പറയുന്നത്? സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൈവറ്റ് സെക്ടർ കമ്പനീൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുന്നത് മാക്സിമൈസേഷൻ ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാത്രം ബേസിസിലായിരിക്കും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മാക്സിമൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും. പക്ഷേ ഒരു പബ്ലിക് സെക്ടർ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുകൂടി നോക്കേണ്ടി വരും? സൊസൈറ്റിയിലേക്ക് അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കൂടി നോക്കേണ്ടി വരും. സോ ഒരു പബ്ലിക് സെക്ടർ കമ്പനിയിലാണ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിന് കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, then the theory of social cost benefit analysis can be traced during 19th century when Jules Dupont, a French engineer, in 1844 for the first time set the welfare foundation in his paper on the measurement of the utility of public works. ഓക്കെ, സോ അതാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്, സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ദെൻ മീനിങ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ്. SBA എന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ കോസ്റ്റിൻ്റെയും ഒരു പ്രൊജക്റ്റ് സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്ന കോസ്റ്റിൻ്റെയും ബെനിഫിറ്റിൻ്റെയും അനാലിസിസ് ആണ് ഏതെന്ന് പറയുന്നത്? സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവിടെ സൊസൈറ്റീൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് ആ പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ in SCBA we mainly consider non-monetary cost and non-monetary benefit. അവിടെ നോൺ മോണിറ്ററി കോസ്റ്റുകളാണ്. മോണിറ്ററി ടേമിൽ നമുക്ക് ഇത്ര ഉണ്ടാക്കി അല്ലെങ്കിൽ പൊല്യൂഷൻ ഇത്രയാണ് എന്നുള്ളതൊന്നും അവിടെ മോണിറ്ററി ടേംസിലല്ല പറയുന്നത്. നോൺ മോണിറ്ററി കോസ്റ്റും നോൺ മോണിറ്ററി ബെനിഫിറ്റിലുമാണ് പറയുന്നത്. ഓക്കെ, so the non-monetary social cost from a project are the bad effect caused through pollution, congestion and crowd, waste, monopoly and other malpractice. So ഇത്തരം കോസ്റ്റിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കോസ്റ്റുകൾ, സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റുകൾ, അതൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മോണിറ്ററി ടേംസിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ എപ്പോഴും ഒരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും? നോൺ മോണിറ്ററി കോസ്റ്റും നോൺ മോണിറ്ററി ബെനിഫിറ്റും ആയിരിക്കും. ഓക്കെ, ദെൻ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. ഇത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അഥവാ CBA അല്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സോ അവിടെ പറയുന്നുണ്ട് SBA ഈസ് ഡിഫറെൻറ്റ് ഫ്രം CBA ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഹാസ് ആൻ എക്സ്റ്റെൻസീവ് വ്യൂ ബിക്കോസ് ഇറ്റ് ട്രൈസ് ടു സ്റ്റഡി ദ സോഷ്യൽ വാല്യൂസ് അറ്റ് ദ entire society rather than taking into account the probability or of individual who are a section of the society. So CBA എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൽ സൊസൈറ്റീനെ പറ്റി പഠിക്കുന്നില്ല, അതിലൊരു ഇൻഡിവിജ്വലിനെ മാത്രം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എലമെൻറ്റിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ് മാത്രമേ അവിടെ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഇത് സൊസൈറ്റീൻ്റെ മേലുള്ള ഇമ്പാക്റ്റിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് എന്തെന്ന് പറയേണ്ടി വരും? സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് SCBA ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ടു അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ദ പ്രൊജക്ട് ഓൺ ദ ലെവൽ ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ എത്രത്തോളം ഇൻഡിവിജ്വൽസിൻ്റെ സേവിങ്സിലും അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റിലും അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി പഠിക്കുക. ദെൻ ടു അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് ദ പ്രൊജക്ട് ഓൺ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ദ സൊസൈറ്റി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതായത് എത്രത്തോളം മൊണോപ്പൊളി കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്, ഇൻകം ഈക്വലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള
അനാലിസിസും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദാറ്റ് ടു മെഷർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പ്രോജക്റ്റ് ടുവാർഡ്സ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് some social objectives such as self-sufficiency, employment. Okay, societal objectives, self-sufficiency, employment തുടങ്ങിയിട്ടുള്ള societal objective എത്രത്തോളം ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. Then next is to identify and measure the net contribution of an individual towards the society. And last one, to determine whether a firm's strategies and practices are consistent with widely shared social priorities. So ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജീസ് എന്താണ്, ഈ ഒരു സൊസൈറ്റിക്ക് നല്ലൊരു സൊസൈറ്റിക്ക് കൂടി പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലാണോ എന്നുള്ളത് കൂടി വെരിഫൈ ചെയ്യാൻ ഈ ഒരു SCBAയിലൂടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് സിക്സ്ത് വൺ ആയിട്ട് പറയുന്നത് എന്താണ്, ടു ഐഡൻറ്റിഫൈ ദ പ്രോജക്റ്റ് ദാറ്റ് മാക്സിമൈസ് ദ വെൽഫെയർ ഓഫ് ദ കൺട്രി. സോ ഇങ്ങനെ പ്രോജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല പ്രോജക്റ്റുകൾ, അതായത് സൊസൈറ്റിക്ക് വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന, സൊസൈറ്റീൻ്റെ വെൽഫെയർ മാക്സിമൈസ് ചെയ്യുന്ന പ്രൊജക്റ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ദെൻ ടു അസസ് ദ ക്വാണ്ടിറ്റി, to assess and quantify the purpose of project in relation to community needs. Okay, then to rank and prioritize the limited resources so that maximum benefit is achieved. So social cost എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, സൊസൈറ്റീൻ്റെ റിസോഴ്സസുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്, അപ്പോഴാണ് അവിടെ ഒരു സോഷ്യൽ കോസ്റ്റ് വരുന്നത് അല്ലേ. സോ എത്രത്തോളം ഇത്തരത്തിൽ ലിമിറ്റഡ് റിസോഴ്സസിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും റാങ്ക് ചെയ്യാനും പറ്റുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ഒരു SCBAയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും എന്നുള്ളത്. then last one, to allocate resources to various sectors. സോ ഇത്രയാണ് SCBAൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ദെൻ സ്റ്റെപ്സ് ഇൻ SCBA ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിച്ച് വിൽ അക്രൂ ടു ദ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ബോഡി. സോ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നടത്തുന്നത്. സോ കോസ്റ്റും ബെനിഫിറ്റും എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ് കോസ്റ്റുകൾ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. സൊസൈറ്റിക്ക് വന്നിട്ടുള്ള കോസ്റ്റുകൾ ഏതൊക്കെയാണ്, ദെൻ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിച്ച് വിൽ അക്രൂ ടു ദ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി ആസ് എ കൺസ്യൂമേഴ്സ് ഓർ ആസ് സപ്ലയേഴ്സ് ഓഫ് ദ ഫാക്ടർ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു, കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ബോഡിക്ക് ഉണ്ടായിട്ടുള്ള, അതായത് ഈ ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ആരാണോ ഫേമോ ആരാണോ ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ആ ഇംപ്ലിമെൻറ്റിംഗ് ബോഡിക്ക് ഉണ്ടായിട്ടുള്ള കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്തത്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സിനുണ്ടായിട്ടുള്ള കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിച്ച് വിൽ അക്രൂ ടു ദ കമ്മ്യൂണിറ്റി. സോ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ ആസ് എ ഹോൾ കമ്മ്യൂണിറ്റിക്ക് എത്രത്തോളം ബെനിഫിറ്റും കോസ്റ്റും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിച്ച് വിൽ അക്രൂ ടു ദ നാഷണൽ എക്സ്ചെക്കർ. ഓക്കെ, നാഷൻ വൈഡ് കമ്മ്യൂണിറ്റി കഴിഞ്ഞു, ദെൻ അതിൻ്റെ ഒന്നുകൂടി എന്താണ് ഹൈ സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് നാഷന് അത് എത്രത്തോളം കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, നാഷൻ വൈഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് അവിടെ നടത്തുന്നത്. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, ദെൻ ഫിഫ്ത്ത് സ്റ്റേജിൽ എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, സോ നമ്മൾ പ്രൊജക്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലേ, പ്രൊജക്റ്റിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ബെനിഫിറ്റാണ്. സോ അതെപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടൈം വാല്യൂ ഓഫ് മണി എടുക്കണം, അല്ലെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ് ചെയ്യണം. സോ ഇവിടെ സോഷ്യൽ ബെനിഫിറ്റ് എടുക്കുന്ന സമയത്ത് അത് സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. അതാണ് അവിടെ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എ സ്യൂട്ടബിൾ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സിക്സ്ത് വൺ, ഡിസ്കൗണ്ടിങ് ഓഫ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് വിച്ച് വിൽ അക്രൂ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ടു ഡിറ്റർമൈൻ ദ പ്രസൻറ്റ് വർത്ത് ഓഫ് ദ പ്രൊജക്ട്. സോ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ പ്രൊജക്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ കോസ്റ്റിനെയും ബെനിഫിറ്റിനെയും എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ചെയ്യണം. കാരണം കോസ്റ്റും ബെനിഫിറ്റും എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളാണ്. സോ രണ്ടിൻ്റെയും പ്രസൻറ്റ് വാല്യൂ നമ്മുടെ ഈ ഒരു
സ്റ്റേജിൽ കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെലക്ഷൻ ഓഫ് പ്രൊജക്റ്റ് ബൈ യൂസിങ് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. സോ എന്താണ്? ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട്, സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്റ്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ്, ബെനഫിറ്റ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനഫിറ്റ് അനാലിസിസ്. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? SCBA ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് മെക്കാനിസം ദാറ്റ് ക്യാൻ മാക്സിമൈസ് ദ ബെനഫിറ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഫോർ ദ സോഷ്യൽ വെൽഫെയർ. ഓക്കെ. ദെൻ ഇറ്റ് entitles the investor to cohesively differentiate various project alternatives. Then SCBA analysis enables prioritization of firms' resources so that maximum profit can be achieved. Then prior analysis helps in establishing decision-making strategy for different projects and also providing chance to apprehend social criticism. Then SCBA assess the purpose of the development project in view of the community needs. Then it helps the business managers to take policy decisions on the basis of the calculations involved if the project is executed. Then calculated risk involved if the project is executed. And last one, it helps the government to take a project which benefit the entire entire society. Okay. Then നമ്മൾ പറയുന്നത് ഇതിൻ്റെ ബേസിക് അപ്രോച്ചാണ്. ബേസിക് അപ്രോച്ചസ് ടു SCBA ആണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ. സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ബേസിക് അപ്രോച്ചസ് ആണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2 അപ്രോച്ചസ് ഉണ്ട്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് യൂണിഡോ അപ്രോച്ചാണ്. യൂണിഡോ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? യുണൈറ്റഡ് നാഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് യൂണിഡോ എന്ന് പറഞ്ഞാൽ. യുണൈറ്റഡ് നാഷൻ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ് യൂണിഡോ എന്ന് പറയുന്നത്. ഓക്കെ. അതിൻ്റെ ഷോർട്ടാണ് യൂണിഡോ എന്ന് പറയുന്നത്. അവർ കൊണ്ടുവന്നുള്ള ഒരു അപ്രോച്ചാണ് യൂണിഡോ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ. സോ അവരാണ് ആദ്യമായിട്ടൊരു കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്ക് ഡെവലപ്പിംഗ് കൺട്രീസിൽ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിനുള്ള ഒരു കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ യൂണിഡോ അപ്രോച്ചാണെന്ന് പറയാം. ഓക്കെ. ദെൻ it was first brought out in the guidelines for project evaluation. So project evaluationൻ്റെ ഗൈഡ്ലൈൻസ് ആയിട്ടാണ് അത് ആദ്യമായിട്ട് വന്നത്. പ്രൊജക്റ്റ് ഇവാലുവേഷനിൽ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് യൂണിഡോ അപ്രോച്ച് ആദ്യമായിട്ട് വന്നത്. ആൻഡ് ദിസ് പ്രൊവൈഡ് എ കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്ക് ഫോർ SCBA ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഓർത്ത് വയ്ക്കുക, ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഇതിന് കൂടുതലായിട്ട് അപ്ലിക്കബിലിറ്റി ഉള്ളത്. ദെൻ ദിസ് വർക്ക് ക്രിയേറ്റഡ് എ demand for an operational guide to simplify the SCBA for project evaluation in practice. സോ എന്താണ്? പ്രൊജക്റ്റ് ഇവാലുവേഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓക്കെ. ദ യൂണിഡോ അപ്രോച്ച് ഗിവ്സ് എംഫസൈസ് ഓൺ അഗ്രഗേറ്റ് കൺസംഷൻ. അഗ്രഗേറ്റ് കൺസംഷൻ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. സോ അവരെടുത്തുള്ള ഒരു മെഷർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു യൂണിഡോ അപ്രോച്ചിൽ കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ടുള്ളത് എന്തിനായിരുന്നു? അഗ്രഗേറ്റ് കൺസംഷൻ ആയിരുന്നു. സോ ഈ അഗ്രഗേറ്റ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് മെഷർ ചെയ്യപ്പെടുക? പീപ്പിൾസ് സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വെച്ചുകൊണ്ടാണ് അവരുടെ കൺസംഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? മെഷർ ചെയ്യാൻ പറ്റുക. Then consumption level is measured by measuring consumer surplus and consumers' willingness to pay. ഓക്കെ. കൺസ്യൂമർ സർപ്ലസും, അതായത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിങ്സ് നടത്തിയതിന് ശേഷം, സേവിങ്സും അതുപോലെ കൺസംഷനും നടത്തിയതിന് ശേഷം അവരുടെ കയ്യിൽ ബാക്കിയുള്ള റിമൈനിങ് ബാലൻസ്, അതാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് അല്ലേ. സോ കൺസ്യൂമർ സർപ്ലസിൻ്റെയും കൺസ്യൂമേഴ്സ് വില്ലിങ്നെസ് ടു പേൻ്റെയും ഒക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസംഷൻ ലെവൽ മെഷർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഓക്കെ. സോ അവിടെ ശ്രദ്ധിക്കുക, യൂണിഡോ അപ്രോച്ചിൽ എന്താണ്? അഗ്രിഗേറ്റ് കൺസംഷനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. ഈ കൺസംഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ കൺസ്യൂമർ സർപ്ലസും കൺസ്യൂമേഴ്സ് വില്ലിങ്നെസ് ടു പേ ഒക്കെ മെഷർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഈ കൺസംഷൻ ലെവൽ എന്ത് ചെയ്യാൻ പറ്റുക? മെഷർ ചെയ്യാൻ പറ്റുക. സോ അത്രയാണ് യൂണിഡോ അപ്രോച്ചിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ലിറ്റിൽ മെറീസ് അപ്രോച്ചാണ് നെക്സ്റ്റ് പറയുന്നത്. സോ അത് LMD ലിറ്റിൽ ആൻഡ് JA മെറീസ്
മുർലീസാണ് ഈ ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അണ്ടർ LM അപ്രോച്ച് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഇൻ്റർനാഷണൽ പ്രൈസസ്. അവിടെ ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ പ്രൈസിലാണ് ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നത്, കോസ്റ്റും ബെനിഫിറ്റും മെഷർ ചെയ്യപ്പെടുന്നത്. മറ്റേ യൂണിഡോ അപ്രോച്ചിലാണെങ്കിൽ അത് ഡൊമസ്റ്റിക് പ്രൈസിലാണ്. ഡൊമസ്റ്റിക് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ കേസിലാണെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലായിരിക്കും അത് മെഷർ ചെയ്യപ്പെടുന്നത്. പക്ഷേ ലിറ്റിൽ മുർലീസ് അപ്രോച്ച് ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ അത് ഇൻ്റർനാഷണൽ പ്രൈസിൽ US ഡോളറിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യപ്പെടുക, മെഷർ ചെയ്യപ്പെടുക. ഓക്കെ, ദർ ഈസ് considerable similarity between UNIDO approach and LM approach. ഓക്കെ, സോ UNIDO അപ്രോച്ചും LM അപ്രോച്ചും തമ്മിലൊരു സിമിലാരിറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ബോത്ത് യൂസ് ഷാഡോ പ്രൈസസ്. അപ്പോൾ എന്താണ് ഈ ഷാഡോ പ്രൈസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. സോ ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റിമേറ്റഡ് പ്രൈസാണ്. നമുക്ക് നോർമലി എല്ലാ മാർക്കറ്റുകൾ എപ്പോഴും എല്ലാ അസറ്റുകളും നോർമലി പ്രൈസ്ഡ് ആവണമെന്നില്ല. അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എപ്പോഴും ഒരു അസറ്റിൻ്റെ റിയൽ വാല്യൂ തന്നെ കാണിക്കണമെന്നില്ല. അത് മേ ബി മിസ്പ്രൈസ്ഡ് ആവാം, അണ്ടർ പ്രൈസ്ഡ് ആവാം, ഓവർ പ്രൈസ്ഡ് ആവാം. ഓക്കെ, സോ ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റഡ് റിയൽ പ്രൈസാണ്. ഓക്കെ, ആ ഒരു അസറ്റിന് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ഉള്ള പ്രൈസിനെയാണ്, റിയൽ പ്രൈസിനെയാണ് ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സോ റിയൽ വാല്യൂ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണ് ഷാഡോ പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഷാഡോ പ്രൈസ് മാർക്കറ്റ് ഇംപെർഫെക്ഷൻ, മാർക്കറ്റ് പ്രൈസ് ഈ ഒരു അസറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ട്രൂ വാല്യൂ റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, ഓക്കെ, മിസ്പ്രൈസിങ് ആയിട്ടുള്ള സമയത്താണ് ഈ ഷാഡോ പ്രൈസുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എന്താണ് രണ്ടിൻ്റെ ബേസിലും എന്താ പറയുക, യൂണിഡോ അപ്രോച്ചിൻ്റെ ബേസിലും എല്ലാം അപ്രോച്ചിൻ്റെ കേസിലാണെങ്കിലും രണ്ടിലും യൂസ് ചെയ്യുന്നത് ഈ ഷാഡോ പ്രൈസ് എന്നുള്ള കൺസെപ്റ്റാണ്. ദെൻ ബോത്ത് ആർ യൂസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി എന്നുള്ള, അതായത് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള, സൊസൈറ്റിയിലേക്ക് എന്താണ് ഈക്വലായിട്ട് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇക്വിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് അപ്രോച്ചും ബേസ് ചെയ്തിട്ടുള്ളത്. ദെൻ ബോത്ത് യൂസ്ഡ് ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോ ടെക്നിക്. സോ രണ്ടിലും എന്താണ് ഡിസ്കൗണ്ടിങ്, കാരണം എല്ലാം ഫ്യൂച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ഫ്യൂച്ചറിലെ കോസ്റ്റും ഫ്യൂച്ചറിലെ ബെനിഫിറ്റുമാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ രണ്ട് ടെക്നിക്കിലും എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഡിസ്കൗണ്ടിങ് ക്യാഷ് ഫ്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് അപ്രോച്ചും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, യൂണിഡോ അപ്രോച്ച് മെഷേഴ്സ് ഷാഡോ പ്രൈസ് ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് പ്രൈസ്, ബട്ട് LM അപ്രോച്ച് മെഷേഴ്സ് ഷാഡോ പ്രൈസ് ഇൻ ടേംസ് ഓഫ് ഇൻ്റർനാഷണൽ പ്രൈസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ യൂണിഡോ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി എന്താണ്, നമ്മൾ പറഞ്ഞു ഡെവലപ്പിംഗ് കൺട്രീസിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നുകൂടി എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി ലിമിറ്റഡ് ആണ്. അവിടെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഡൊമസ്റ്റിക് പ്രൈസിൻ്റെ ടേംസ് ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷേ LM അപ്രോച്ചിൽ ഇൻ്റർനാഷണൽ പ്രൈസിൻ്റെ ടേംസിലാണ് എന്തുപയോഗിക്കുക, ഷാഡോ പ്രൈസുകൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷാഡോ പ്രൈസുകൾ മെഷർ ചെയ്യുന്നത്. Then second one, UNIDO approach measures cost and benefit in terms of consumption, while LM approach measures them in terms of uncommitted social income. അവിടെ തന്നെ ഡിഫറൻസ് നോക്കുക. നമ്മൾ യൂണിഡോ അപ്രോച്ചിൽ സോഷ്യൽ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് നടത്തുന്നത് കൺസംഷനിൽ എത്രത്തോളം കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട്, അതിന് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണെങ്കിൽ LM അപ്രോച്ചിൽ മെഷർ ചെയ്യുന്നത് എന്താണ്, സോഷ്യൽ ഇൻകത്തിൻ്റെ ബേസിസിലാണ്. ഓക്കെ, നെക്സ്റ്റ്, യൂണിഡോ അപ്രോച്ച് ഫോക്കസ് ഓൺ എഫിഷ്യൻസി, സേവിങ്സ് ആൻഡ് redistribution consideration in different stages according to stage by stage analysis, but the LM approach tend to view these consideration together. ഇവിടെ നോക്കാം, യൂണിഡോ അപ്രോച്ച് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഓക്കെ, നമ്മൾ എഫിഷ്യൻസീനെ ഫോക്കസ് ചെയ്യുന്നു, ദെൻ സേവിങ്സ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷനെ ഫോക്കസ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു മെക്കാനിസം വർക്ക് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ LM അപ്രോച്ചിലാണെങ്കിൽ ഇതെല്ലാം ടുഗദറായിട്ട് ഒന്നിച്ചാണ്, എല്ലാത്തിനും ഒരേ കൺസിഡറേഷനാണ് കൊടുക്കുന്നത്. ഓക്കെ, then for aggregating the cost and benefit, Little and Murlees have suggested top-down procedure, whereas UNIDO guidelines emphasize upon bottom-up procedure. So cost and benefit analysis നടന്ന സമയത്ത് മെർലീസ് അപ്രോച്ചിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടോപ്പ് ഡൗൺ പ്രൊസീജിയറാണ്. അതായത് ആദ്യം എന്താണ്, കൂടുതലായിട്ടും എന്താണ് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും സൊസൈറ്റിയിലേക്ക് എന്താണ് ബെനഫിറ്റ്
കൂടുതലുണ്ടാവില്ല, അല്ലെങ്കിൽ ബെനിഫിറ്റിൻ്റെ ഒരു ഹൈയിൽ നിന്ന് ലോവിലേക്കാണ് അവിടെ മെഷർമെൻറ്റ് നടത്തുന്നത്. അത് ബെനിഫിറ്റിൻ്റെ കേസിലാണെങ്കിലും കോസ്റ്റിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിൽ. എന്നാൽ നേരെ മറിച്ച് യൂണിഡോ അപ്രോച്ചിലാണെങ്കിൽ ബോട്ടം അപ്പ് പ്രൊസീജിയറാണ്. ബോട്ടത്തിൽ നിന്ന് എന്തിലേക്കാണ് പോകുന്നത്? ടോപ്പിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ബോട്ടം ഒരു സൊസൈറ്റിയിലെ ഏറ്റവും ലോവർ സെക്ടറിൽ നിന്ന് ഹയർ സെക്ടറിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഷാഡോ പ്രൈസസ് ആണ് പറയുന്നത്. എന്താണ് ഷാഡോ പ്രൈസ് എന്ന് പറഞ്ഞാൽ? ഷാഡോ പ്രൈസസ് ആർ യൂസ്ഡ് ഫോർ ദ വാല്യുവേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിക്കോസ് ദ മാർക്കറ്റ് പ്രൈസസ് ഇൻ മെനി കേസസ് ഡു നോട്ട് represent their real cost. Shadow price reflect economic or real value of input and output. Shadow price is also known as accounting price or economic price. The need for shadow price arises due to market imperfection, non-market economy, government policy, etc. Then practical problems and limitations of SCBA. So ആദ്യം പറയുന്നത് എന്താണ്? ബേസിക് അസംഷൻ, ഗവൺമെൻറ് പോളിസി, then linkage and externalities, then cost of SCBA, depth of analysis, then challenge for managers. സോ അതിൽ ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ SCBAയിൽ ചില അസംഷൻസ് ഉണ്ട്. മാർക്കറ്റ്, ഇക്കോണമി ആൻഡ് ഫുൾ എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയുള്ള ചില അസംഷൻസിൻ്റെ ബേസിലാണ് ഈ ഒരു SCBA എന്ന് പറയുന്നത്, ഈ SCBA മെക്കാനിസം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, വർക്ക് ഔട്ട് ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. ദെൻ ഗവൺമെൻറ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്, അതായത് ഓരോ കൺട്രീസിലെയും ഗവൺമെൻറ് പോളിസികൾ ഡിഫറൻ്റ് ആയിരിക്കും. സോ അവരുടെ താരിഫ് പോളിസികൾ, സോ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഗവൺമെൻറ്റുകൾ യൂസ് ചെയ്യുന്ന താരിഫ് പോളിസി എന്ന് പറയുന്നത് എപ്പോഴും എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാനും ഇമ്പോർട്ടിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുമായിരിക്കും. സോ ഇത് കൂടുതൽ ഡൊമസ്റ്റിക് പ്രൈസുകൾ റൈസ് ചെയ്യുന്നതിന് കാരണമാവും. സോ അത്തരത്തിൽ ഓരോ കൺട്രിയിലെയും ഗവൺമെൻറ് പോളിസി എന്താണ് SCBAനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലിങ്കേജ് ആൻഡ് എക്സ്റ്റേണാലിറ്റീസ്. സോ ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സെറ്റിംഗ് അപ്പ് എ ന്യൂ പ്രൊജക്ട് മേ അറ്റ് ടൈം പ്രൊഡ്യൂസ് റിയാക്ഷൻ ആൻഡ് ചേഞ്ചസ് ഇൻ റിലേറ്റഡ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദീസ് ലിങ്കേജ് ഇഫക്റ്റ് ക്യാൻ ബി നെഗറ്റീവ് ആൻഡ് ആസ് വെൽ ആസ് പോസിറ്റീവ്. സോ അവിടെ എന്താണ്? പോസിറ്റീവ് ഇമ്പാക്റ്റും അതുപോലെ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടായിരിക്കാം. ഈ നെഗറ്റീവ് ലിങ്കേജ് ആണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? സോഷ്യൽ കോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ലിങ്കേജ് ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ അഡീഷണൽ ബെനിഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ കോസ്റ്റ് ഓഫ് SCBA എന്ന് പറയുന്നത് എന്താണ്? ദ കോസ്റ്റ് ഓഫ് സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അറ്റ് ടൈംസ് മെ നോട്ട് ജസ്റ്റിഫൈ any such exercise, particularly in case of small project. Okay, it is difficult to say clearly what the optimal size of the project for which SCBA should be undertaken. സോ ഇത് ജസ്റ്റിഫയബിൾ അല്ല. സ്മോൾ പ്രൊജക്റ്റിൻ്റെ ഒന്നും കേസിൽ ഇത്തരത്തിലൊരു സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുക എന്നുള്ളത് എന്തെല്ലാം സ്മോൾ പ്രൊജക്റ്റിൻ്റെ ഒന്നും കേസിൽ അത് ജസ്റ്റിഫയബിൾ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, then depth of analysis. It is difficult to state how elaborate or restricted the cost benefit analysis should be. Okay, any such decision depend upon the perception of the management. സോ എത്രത്തോളം ഡെപ്ത് ഓഫ് അനാലിസിസ് സ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ലാസ്റ്റ് വൺ, ചാലഞ്ച് ഫോർ മാനേജേഴ്സ്. ഇതെന്താണ്? കൂടുതലും ഇത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഗെയിനും സോഷ്യൽ വെൽഫെയർ ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തുമാത്രം പോരാ? സൊസൈറ്റിക്ക് ഗെയിൻ ഉണ്ടാക്കുക മാത്രം പോരാ, അതോടൊപ്പം ആ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക കൂടി വേണം. സോ ഒരേ സമയം ഫിനാൻഷ്യൽ ഗെയിനും അതേപോലെ സോഷ്യൽ വെൽഫെയറും ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചാലഞ്ചിങ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എത്രയാണ് SBAൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.